എനിക്ക് ആദ്യം നോട്ട് ബുക്ക് കിട്ടിയത് ഞാൻ ഓർമ്മിക്കുക, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലോ മറ്റോ ആണ്. അധ്യാപകൻ എല്ലാവരും ഒരു നോട്ട് ബുക്കും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അപ്പം മുതൽ വീട്ടിൽ കിട്ടൂല എന്ന് വിചാരിച്ച് കരച്ചിൽ തുടങ്ങി. അമ്മ പറഞ്ഞു, മോനെ എന്തിനാ നിന്നെ പഠിപ്പിക്കാനൊക്കെ വീട്ടിൽ ചിലവഴിക്കൂലേ, എല്ലാ കാര്യങ്ങളും നോക്കൂല്ലേ എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിച്ചു. എന്നാൽ അപ്പം തരൂല്ല എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവസാനം അപ്പം വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇവൻ കിടന്ന കരച്ചിലാണ്, നോട്ട് ബുക്ക് കിട്ടൂല എന്നും പറഞ്ഞത്. അപ്പം പറഞ്ഞു, അതിനെന്നാ പണി, വിഷമമൊന്നുമില്ല. അപ്പനൊരു വലിയ ബുക്ക് ഉണ്ടായിരുന്നു, വെള്ളക്കടലാസും കൊണ്ട് തുന്നിക്കെട്ടിയ ബുക്ക്. അതിൻ്റെ കുറച്ച് കടലാസും കൂടെ എടുത്തിട്ട് നോട്ട് ബുക്കാക്കി തുന്നിക്കെട്ടി തന്നു വിട്ടു. ഏതായാലും ആശ്വാസമായിരുന്നു, ബുക്ക് കിട്ടിയല്ലോ. പക്ഷേ എല്ലാവരും പുതിയ ബുക്കും കൊണ്ട് ചെന്നപ്പോൾ ഞാൻ തുന്നിക്കെട്ടിയ ബുക്കും കൊണ്ടാണ് ചെന്നതെന്ന് മാത്രം. ഏതായാലും അന്നത്തെയൊക്കെ ജീവിതം, ലളിതമായ ജീവിതശൈലി ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ അപ്പൻ്റെയൊക്കെ ജീവിതശൈലി, അമ്മയുടെ സ്നേഹമൊക്കെ ഞാൻ വളരെ തീഷ്ണതയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഇവരുടെയൊക്കെ ജീവിതശൈലി നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതാണ്. ദൈവമേ, എനിക്ക് നൽകിയ എല്ലാ സഹനങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സഹനങ്ങളിലൂടെയാണ് പുരോഗതി ഉണ്ടാകുന്നതെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവംശിയായിരിക്കും സ്തുതിയായിരിക്കും.